ഇതപ്പോൾ ഓണ സെലിബ്രേഷൻ്റെയും അതിൻ്റെ തലേ ദിവസത്തെയും കൂടെ 2 ദിവസത്തെ വ്ളോഗാണ്. കാരണം ഓണ സെലിബ്രേഷൻ്റെ മാത്രമായിട്ട് കുറച്ച് ക്ലിപ്പേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെച്ചു എൻ്റെ തലേ ദിവസത്തെ ഓണം പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഓഫീസിലെത്തി ലോഗിനൊക്കെ ചെയ്തു, ഒരു കോഫിയൊക്കെ എടുത്തു കേട്ടോ. തലേ ദിവസം ക്യാൻസലാക്കിയ വടംവലി വീണ്ടും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളൊക്കെ വടം വലിക്കാൻ പോയി കേട്ടോ. ഞാൻ പോണ്ടിച്ചേരി വെച്ചിട്ട് വലിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ വലിച്ചിട്ടില്ല കേട്ടോ. വലിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഇവിടുത്തെ ആൾക്കാരെയും വലിക്കാൻ വന്ന നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമുകളിലൊക്കെ കണ്ടപ്പോൾ നമ്മളുടെ ഉള്ള കോൺഫിഡൻസ് കൂടെ പോയി കേട്ടോ. അതും കൂടാണ്ട് മേലെ നിന്നൊക്കെ ഒരുപാട് പേര് നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വലിക്കാൻ പോയി, വലിച്ചു. ഫസ്റ്റ് എലിമിനേഷൻ റൗണ്ടായിരുന്നു, അതിൽ നമ്മൾ ജയിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള റൗണ്ടിൽ നമ്മൾ തോറ്റു കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള റൗണ്ടിൽ ഞാൻ ഇറങ്ങിയില്ല. എനിക്ക് അപ്പോഴേക്കും BP ഒക്കെ കയറി കൈയും കലക്ക് വിറച്ച് തുടങ്ങി. ഞാനതായിരുന്നു ഇറങ്ങിയില്ല കേട്ടോ. വടംവലിയൊക്കെ കഴിഞ്ഞ് ആകെ ടയേർഡായിട്ട് എൻ്റെ കോലം തന്നെ പോയി. ഞാൻ ഫുള്ള് ടാൻ അടിച്ചു എന്ന് വെച്ചാൽ ഞാൻ സ്ലീവ്ലെസ് ഇട്ടിട്ടാണ് വന്നിരുന്നത്. അവിടെ കൈ ഫുള്ള് ടാനായി, മുഖം ഫുള്ള് ടാനായി, ഫൗണ്ടേഷൻ ഷെയ്ഡൊക്കെ മാച്ച് ആവാണ്ടായിട്ടോ പിറ്റേ ദിവസം ഫൗണ്ടേഷൻ ഇട്ടപ്പോൾ. എന്തൊക്കെയായാലും ജസ്റ്റ് ഒന്ന് വലിച്ചല്ലോ പോയിട്ട്, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. കൈയൊക്കെ ഒടിഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ കൈയായിരുന്നു കേട്ടോ എനിക്ക് മെയിൻ പ്രശ്നം. എൻ്റെ ഓൾറെഡി കൈക്ക് കുറച്ച് ഇഷ്യൂ ഉള്ള കാരണം ഭയങ്കര വേദനയായിരുന്നു എൻ്റെ കൈ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, തിരുവാതിരയുടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൂ നുള്ളാനിരുന്നു കേട്ടോ. സൗണ്ടൊന്നും വരൂലല്ലോ അല്ലേ? ചേട്ടൻ പോണ്ടേ? വേണ്ട, ഞങ്ങൾക്ക് റാമ്പോ ചെയ്യണോ? കാർ ഫുള്ള് ചുറ്റിക്കോ. നിങ്ങള് പൂക്കള മത്സരം ഉണ്ടായിരുന്നു കേട്ടോ ഓരോ കമ്പനികളുടെ. അപ്പോൾ അത് കാരണം നമ്മൾ ലേറ്റായിട്ടാണ് പോയത്. പൂന്നുള്ളാനിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ബാക്കിയുള്ളവർക്ക് പൂക്കളം ഇടാമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫുഡും കിട്ടി. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ 10 കണ്ടായിട്ട് 9:10 ആയി ഓഫീസിൽ നിന്ന് പോകുന്നപ്പോൾ. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് വേഗം റെഡിയായി ഓഫീസിലേക്ക് വന്നു. അപ്പോൾ ഞാൻ സ്ഥിരം പൂ മേടിക്കാറുള്ള കടയിൽ നിന്ന് എനിക്ക് പൂ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഗൂഗിൾ ചേട്ടനോട് കുറച്ച് ചെത്തിപ്പൂ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി ചേട്ടൻ കൊണ്ടുവന്നു കേട്ടോ. പക്ഷെ അത് കെട്ടാൻ പറ്റുന്നില്ല, ആകെ കുറച്ചും ഉണ്ടായിരുന്നുള്ളൂ. വിചാരിച്ച പോലെ അങ്ങോട്ട് കെട്ടാനും പറ്റുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഗൂഗിൾ ചേട്ടനും കൂടെ വീണ്ടും കഴക്കൂട്ടത്ത് പോയിട്ട് പൂക്കടയിൽ നിന്ന് ചെത്തിയും തുളസിയും കൂടെ മേടിച്ചിട്ട്. എനിക്ക് മുല്ലപ്പൂ വയ്ക്കാൻ ഇഷ്ടമല്ല, കാരണം ബാക്കി എല്ലാവരും മുല്ലപ്പൂ ആയിരിക്കും വെച്ചിട്ടുണ്ടാവും. അത് കാരണം എനിക്ക് മുല്ലപ്പൂ വയ്ക്കാൻ ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ഇനാഗുറേഷനൊക്കെ ആയിരുന്നു. അങ്ങനെ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓണം പ്രൊസഷൻ ഉണ്ടായിരുന്നു.
അതിനുശേഷം ഓണസദ്യ കഴിച്ചു. ഇവരെല്ലാ തവണയും സോയയുടെ ഒരു കറി തരുവേ, കറിയല്ല ഫ്രൈ തരും. നല്ല ടേസ്റ്റാട്ടോ അത് കഴിക്കാനായിട്ട്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരുവാതിര ഉണ്ടായിരുന്നു. തിരുവാതിര കോമൺ ആയിരുന്നു കേട്ടോ. നമ്മളുടെ ഓഫീസിലത്തെ എല്ലാവരെയും 4 ടീമാക്കി തിരിച്ചിട്ട് 4 ടീമുകൾ തമ്മിൽ കോമ്പറ്റീഷൻ പോലെയാണ്. ഓണത്തിന് തുടങ്ങിയിട്ട് പിന്നെ സ്പോർട്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓണത്തിന് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ വഞ്ചിപ്പാട്ടുണ്ടായിരുന്നു, പിന്നെ 15 മിനിറ്റ് ഗ്രൂപ്പ് അപ്പിയറൻസ് ഉണ്ടായിരുന്നു, പിന്നെ വടംവലി, സാക്ക് റേസ്, ലെമൺ ആൻഡ് സ്പൂൺ റേസ്. ലെമൺ ആൻഡ് സ്പൂണും അതൊന്നും നടത്തിയില്ല, ആകെ വടംവലി മാത്രമേ നടത്തിയുള്ളൂ കേട്ടോ, ടൈം ഇല്ലാത്തത് കാരണം. അപ്പോൾ തിരുവാതിര കോമൺ ആയിരുന്നു. അങ്ങനെ നമ്മൾ ബി ടീമായിരുന്നു കേട്ടോ. നമുക്ക് വഞ്ചിപ്പാട്ടിലും ഗ്രൂപ്പ് അപ്പിയറൻസിലും 3rd കിട്ടിയത്. നമ്മളേതാണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ സത്യം പറയല്ല ആരും ഒന്നിനും വന്നില്ല കേട്ടോ. ആകെ കുറച്ച് പേര് മാത്രമേ എല്ലാത്തിനും വന്നുള്ളൂ. ആ കുറച്ച് പേരെ വെച്ചിട്ടാണ് നമ്മളെല്ലാതും ചെയ്തത് കേട്ടോ. സാരില്ല, 3rd. വടംവലിക്ക് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടാണ് മെന്നിൻ്റെയിൽ. അങ്ങനെ ഇതൊക്കെ വേറെ ടീമാണ്, ഇതൊന്നും നമ്മുടെ ടീമല്ല. പിന്നെ ഞാൻ ഇതിനൊന്നും വോയിസ് ഇടാത്തത് കോപ്പിറൈറ്റ് കിട്ടണത് കാരണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വോയിസൊക്കെ ഇട്ടാനായിരുന്നു. അപ്പോൾ തൽക്കാലം ഇങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ ഗ്രൂപ്പ് അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ 15 മിനിറ്റ് നമ്മൾ മാക്സിമം ആൾക്കാരെ ഉൾക്കൊള്ളിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം 15 മിനിറ്റിൽ. അപ്പോൾ നമ്മുടെ ടീം ചെയ്തത് ഫാഷൻ ഷോ ചെയ്തു, പിന്നെ കുറച്ച് ഓണം സിനിമ പാട്ടുകളൊക്കെ വെച്ചിട്ടൊരു പാട്ട്, പിന്നെ നേരത്തെ കണ്ട ഡാൻസില്ലേ അത് കേട്ടോ. പിന്നെ നമ്മുടെ വടംവലി ഉണ്ടായിരുന്നു. തലേദിവസം വടം വലിച്ചിട്ട് ഫുൾ ഇളകിയിരിക്കുകയാണ്. അത് കാരണം ഇത്തവണ വരേക്ക് വലിക്കാനും പറ്റിയ, പിന്നെ സാരി കൊടുത്തിട്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എങ്ങനെയാണ്ടൊക്കെ വലിച്ചു, ജസ്റ്റ് പാർട്ടിസിപ്പേഷന് വേണ്ടി വലിച്ചു. നമ്മുടെ ഓപ്പോസിറ്റ് ടീം ജയിച്ചു കേട്ടോ. അങ്ങനെ വലിച്ച് ഞാൻ 3ാമത്തെ പീസിൽ വന്നതിന് ശേഷം മുറിക്കുക. ഇപ്പൊ അവർ ജയിക്കുന്നോട്ട്. അങ്ങനെ ഈ വർഷത്തെ ഓണം കഴിഞ്ഞു കേട്ടോ. നല്ലൊരു ഓണമായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേപോലെ പരിപാടികളുണ്ടായിരുന്നു, പക്ഷേ ലാസ്റ്റ് മിനിറ്റ് എന്തൊക്കെയോ കാരണങ്ങൾ കാരണം ക്യാൻസലായി കേട്ടോ. ഇത്തവണ അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്തു. അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.